ഹലോ ഇൻവെസ്റ്റേഴ്സ്, എല്ലാവർക്കും ക്യാപ് സ്റ്റോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇൻഫോസിസിന്റെ ബൈബാക്കിനെ കുറിച്ചാണ്. ബൈബാക്ക് എന്നത് കമ്പനി അതിന്റെ ഷെയറുകളെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും വാങ്ങുന്ന പ്രോസസ്സാണ്. ഒരു കമ്പനി ബൈബാക്ക് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം കമ്പനിയിലുള്ള എക്സസ് ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കുറയ്ക്കുകയും വരും വർഷങ്ങളിൽ EPS കൂട്ടുന്നതിനും കാരണമാകുന്നു. ബൈബാക്ക് ചെയ്യുന്നതിലൂടെ മാനേജ്മെന്റിന്റെ ബിസിനസ്സിനുള്ള ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇൻഫോസിസിന്റെ ബൈബാക്കിനെ കുറിച്ച് പരിശോധിക്കാം. കമ്പനി 10 കോടി ഷെയർസ് മൊത്തം 18,000 കോടി രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യാനാണ് പോകുന്നത്. ഇങ്ങനെ ആണെങ്കിൽ ഒരു ഷെയറിന് 1800 രൂപ ബൈബാക്ക് പ്രൈസായി വരുന്നുണ്ട്. ഇത് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ്. ബൈബാക്കിന്റെ റെക്കോർഡ് ഡേറ്റ് എന്നത് നവംബർ 14 തീയതിയാണ്. ടെൻഡർ ഓഫർ മെത്തേഡിൽ കൂടെയാണ് കമ്പനി ബൈബാക്ക് ചെയ്യുന്നത്. ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ആണ് ബൈബാക്കിന് എലിജിബിൾ ആകുന്നത് എന്ന് കമ്പനി രജിസ്റ്റേർഡ് മെയിലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അടുത്തതായി ടാക്സ് ഇംപ്ലിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബൈബാക്കിൽ നിന്നും കിട്ടുന്ന മുഴുവൻ തുകയും ഡിവിഡൻഡ് ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഡിവിഡൻഡിനെ ഷെയർ ഹോൾഡേഴ്സിന്റെ ടാക്സ് ലാബ് അനുസരിച്ച് ഇൻകം ടാക്സ് കൊടുക്കണം. കൂടാതെ ഈ ഷെയറുകൾ വാങ്ങാൻ ഉപയോഗിച്ച കോസ്റ്റ് ക്യാപിറ്റൽ ലോസായി പരിഗണിക്കുകയും ഷെയർ ഹോൾഡേഴ്സിന് മറ്റേതെങ്കിലും വഴി കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനുമായി ഈ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതൊക്കെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു ഇൻവെസ്റ്റർ 100 ഷെയറുകൾ 1400 രൂപ എന്ന നിരക്കിൽ വാങ്ങിച്ചു. ഇതിൽ 30 ഷെയറുകൾ ബൈബാക്കിന് യോഗ്യമായി. ബൈബാക്ക് റേറ്റ് എന്നത് 1800 പെർ ഷെയർ ആണ്. ഇതിൽ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന മൊത്തം തുക എന്നത് 54,000 രൂപയാണ്. ഈ തുകയെ ഡിവിഡൻഡ് ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റർ 20% ടാക്സ് ലേബിലാണ് വരുന്നതെങ്കിൽ 10,800 രൂപ ടാക്സായി കൊടുക്കണം. എന്നാൽ ഇൻവെസ്റ്റർ 30% ടാക്സ് ലേബിലാണ് വരുന്നതെങ്കിൽ 16,200 രൂപ ടാക്സായി നൽകണം. ഇതുകൂടാതെ ഒരു കമ്പനി ഡിവിഡൻഡ് എന്ന ഇനത്തിൽ ഒരു സാമ്പത്തിക വർഷം ഒരു ഷെയർ ഹോൾഡേഴ്സിന് 10,000 മുകളിൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന ഡിവിഡൻഡിന്റെ 10% TDS പിടിച്ചതിന് ശേഷം മാത്രമേ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാവൂ. ഈ സാമ്പത്തിക വർഷം ഇൻഫോസിസ് 45 രൂപ പെർ ഷെയർ എന്ന നിരക്കിൽ ഇതിനകം തന്നെ ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ₹10,000 എന്ന ലിമിറ്റ് കണക്കാക്കുമ്പോൾ ഈ ഡിവിഡൻഡ് കൂടി പരിഗണിക്കും. അടുത്തതായി കോസ്റ്റ് ഓഫ് അക്വിസിഷനായ 42,000 രൂപയെ ക്യാപിറ്റൽ ലോസ് ആയാണ് പരിഗണിക്കുന്നത്. ഷെയറുകളുടെ ഹോൾഡിംഗ് പീരീഡ് 1 വർഷത്തിന് മുകളിലാണ് വരുന്നതെങ്കിൽ അതിനെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസായി പരിഗണിക്കപ്പെടുന്നു. എന്നാൽ ഹോൾഡിംഗ് പീരീഡ് 1 വർഷമോ അതിന് താഴെയോ ആണെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസായി കണക്കാക്കുന്നു. ഈ ബൈബാക്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്നത് ഹയർ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഇൻവെസ്റ്ററിന് ഇത് അട്രാക്റ്റീവ് ആയിരിക്കത്തില്ല. എന്നാൽ ലോവർ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഇൻവെസ്റ്റർ അവരുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ബൈബാക്ക് പരിഗണിക്കാവൂ. ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന്റെ ഒപ്പീനിയൻ അറിയുന്നത് നന്നായിരിക്കും. ഇത്രയുമാണ് ഞങ്ങൾക്ക് ഈ ബൈബാക്കിനെ കുറിച്ച് പറയുവാനുള്ളത്. See you next time.